16/4/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സതോപ്രധാനം ആകണമെങ്കിൽ ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. പാരസ്നാഥനായ ശിവ് ബാബ നിങ്ങളെ പാരസ്പുരിയുടെ അധികാരി ആക്കുവാൻ വന്നിരിക്കുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഏതൊരു കാര്യത്തിൻ്റെ ധാരണയിലൂടെയാണ് മഹിമായോഗ്യം ആകുന്നത്? ഉത്തരം: വളരെയധികം വിനയചിത്തരാകൂ. ഒരു കാര്യത്തിൻ്റെയും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. വളരെ മധുരമാകണം. അഹങ്കാരം വന്നുവെങ്കിൽ ശത്രുവായി മാറുന്നു. ഉയർന്നതും താഴ്ന്നതും ആകുന്നത് പവിത്രതയുടെ കാര്യം അനുസരിച്ചാണ്. പവിത്രമായിരിക്കുമ്പോൾ മാന്യത ഉണ്ടായിരിക്കും. അപവിത്രമാണെങ്കിൽ എല്ലാവരെയും വണങ്ങുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഈ കുട്ടികളെ മനസ്സിലാക്കിക്കുകയാണ്. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ഭക്തിമാർഗത്തിൽ പല പല നാമങ്ങളിൽ അനേകം ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുപോലെ നേപ്പാളിൽ പാരസ്നാഥനെ മാനിക്കുന്നു. ആ ഒന്നിൻ്റെ വളരെ വലിയ ക്ഷേത്രമുണ്ട്. എന്നാൽ ഒന്നും തന്നെയില്ല. 4 വാതിലുകളുണ്ട്, 4 മൂർത്തികളുണ്ട്. 4ാമത്തേതിൽ ശ്രീകൃഷ്ണനെ വച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ പാരസ്നാഥൻ എന്ന് തീർച്ചയായും ശിവ് ബാബയെ തന്നെയാണ് പറയുക. മനുഷ്യരെ പാരസ് ബുദ്ധിയാക്കുന്നതും ആ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. പിന്നീടാണ് മുഴുവൻ ലോകവും. സൂക്ഷ്മവദനത്തിൻ്റേത് സൃഷ്ടിയല്ല. പിന്നീടുള്ളതാണ് ലക്ഷ്മി നാരായണൻ അഥവാ വിഷ്ണു. വാസ്തവത്തിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രവും റോങ് ആണ്. വിഷ്ണു ചതുർഭുജം അഥവാ 4 ഭുജങ്ങളുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് ലക്ഷ്മി നാരായണനാണ്. അവരെ ഒരുമിച്ച് വിഷ്ണുവിൻ്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നു. ലക്ഷ്മിയും നാരായണനും 2 പേരും വേറെ വേറെയാണ്. സൂക്ഷ്മവദനത്തിൽ വിഷ്ണുവിന് 4 കൈകൾ നൽകിയിരിക്കുന്നു. അതായത് 2ഉം യോജിപ്പിച്ച് ചതുർഭുജം ആക്കിയിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ആരും ഉണ്ടായിരിക്കുന്നില്ല. ക്ഷേത്രത്തിൽ ചതുർഭുജത്തെ കാണിക്കുന്നു. അത് സൂക്ഷ്മവദനത്തിലേതാണ്. ചതുർഭുജത്തിന് ശംഖ്, ചക്രം, ഗദ, പത്മം തുടങ്ങിയവ നൽകുന്നു. ഇങ്ങനെയൊന്നുമില്ല. ചക്രവും കുട്ടികളായ നിങ്ങൾക്കാണുള്ളത്. നേപ്പാളിൽ ക്ഷീരസാഗരത്തിൽ വിഷ്ണുവിൻ്റെ വലിയ ചിത്രം കാണിക്കുന്നു. പൂജയുടെ ദിവസങ്ങളിൽ അല്പം പാലൊഴിക്കുന്നു. ബാബ ഓരോരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെ ആർക്കും തന്നെ വിഷ്ണുവിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല, അറിയുന്നതേയില്ല. ഇത് ഭഗവാൻ സ്വയം മനസ്സിലാക്കിക്കുകയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് ശിവ് ബാബയെയാണ്. ഒന്ന് തന്നെയാണ്. പക്ഷേ ഭക്തിമാർഗത്തിലുള്ളവർ അനേകം നാമങ്ങൾ വച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ അനേകം നാമങ്ങൾ പറയില്ല. ഭക്തിമാർഗത്തിൽ വളരെയധികം തിക്കും തിരക്കും കൊള്ളുന്നു. നിങ്ങളും കൊണ്ടു. ഇപ്പോൾ അഥവാ നിങ്ങൾ ക്ഷേത്രവും മറ്റും കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കും. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ, സുപ്രീം സോൾ, നിരാകാരനായ പരംപിത പരമാത്മാവ്. ആത്മാവ് ശരീരത്തിലൂടെ പറയുന്നു, ഓ പരംപിതാവേ, ആ ഒന്നിന് മഹിമയുമുണ്ട്. ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം. ഭക്തിമാർഗത്തിൽ ഒന്നിൻ്റെ അനേകം ചിത്രങ്ങളുണ്ട്. ജ്ഞാനമാർഗത്തിൽ ജ്ഞാനസാഗരം ഒന്ന് തന്നെയാണ്. ആ ഒന്ന് പതീത പാവനാണ്, സർവരുടെയും സദ്ഗതി ദാതാവാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട്. ഉയർന്നതിലും ഉയർന്നത് പരമാത്മാവാണ്. ആ ഒന്നിനെക്കുറിച്ചുള്ള മഹിമയാണ്. സ്മരിച്ച് സുഖം നേടൂ. അതായത് ഒരു ബാബയെ തന്നെ ഓർമ്മിക്കൂ അഥവാ സ്മരിച്ചുകൊണ്ടേയിരിക്കൂ. എങ്കിൽ ദേഹത്തിൻ്റെ കലഹ ക്ലേശങ്ങളെല്ലാം ഇല്ലാതാകും. പിന്നെ ജീവൻ മുക്തി പദം നേടും. ഇത് ജീവൻ മുക്തിയാണല്ലോ.
ബാബയിൽ നിന്നും ഈ സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ഒറ്റയ്ക്കായിരിക്കില്ല ഇത് നേടുന്നത്, തീർച്ചയായും രാജധാനി ഉണ്ടായിരിക്കുമല്ലോ. അതിനർത്ഥം ബാബ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിൽ രാജാവ്, റാണി, പ്രജ എല്ലാവരും ഉണ്ടായിരിക്കും. നിങ്ങൾ ജ്ഞാനം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പോയി വലിയ കുലത്തിൽ ജന്മമെടുക്കും. വളരെയധികം സുഖം ലഭിക്കുന്നു. എപ്പോഴാണോ അത് സ്ഥാപിതമാകുന്നത്, അപ്പോൾ മോശമായ ആത്മാക്കൾ ശിക്ഷകൾ അനുഭവിച്ച് തിരികെ പോകുന്നു. അവരവരുടെ സെക്ഷനിൽ പോയി ഇരിക്കും. ഇത്രയും ആത്മാക്കൾ ഏവരും വരും. പിന്നെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇത് ബുദ്ധിയിലുണ്ടായിരിക്കും. മുകളിൽ നിന്നും എങ്ങനെയാണ് വരുന്നത്? 2 ഇലകൾക്ക് പകരം 10 ഇലകൾ ഒരുമിച്ച് വരണം എന്നൊന്നുമല്ല. അങ്ങനെയല്ല, നിയമമനുസരിച്ചാണ് ഇലകൾ വരുന്നത്. ഇത് വളരെ വലിയ വൃക്ഷമാണ്. ഒരു ദിവസത്തിൽ ലക്ഷങ്ങളുടെ വർധനവുണ്ടാവുന്നതായി കാണിക്കുന്നു. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. പതിത പാവനും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനും ആ ഒന്ന് തന്നെയാണ്. ഏതെല്ലാം പാർട്ടധാരികൾ ദുഃഖിതരാകുന്നു, അവർക്കെല്ലാവർക്കും വന്ന് സുഖം നൽകുന്നു. ദുഃഖം നൽകുന്നവൻ രാവണനാണ്. മനുഷ്യർക്ക് വന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ബാബ വന്നിരിക്കുന്നു എന്നത് അറിയുകയില്ല. വളരെ പേർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കവേ പാദം ചഞ്ചലമാകുന്നു, പുറത്തു പോകുന്നു. ഇതുപോലെ സ്നാനം ചെയ്ത് പാദം വഴുതി പോവുകയാണെങ്കിൽ ജലം ഉള്ളിൽ കയറുന്നു. ബാബ അനുഭവിയാണല്ലോ. ഇത് വിഷയസാഗരമാണ്. ബാബ നിങ്ങളെ ക്ഷീരസാഗരത്തിന് നേർക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ മായയാകുന്ന മുതല നല്ല നല്ല മഹാരഥികളെയും വിഴുങ്ങുന്നു. ജീവിച്ചിരിക്കെ ബാബയുടെ മടിത്തട്ടിൽ നിന്നും മരിച്ച് രാവണൻ്റെ മടിത്തട്ടിലേക്ക് പോയി കളയുന്നു, അതായത് മരിച്ചു പോകുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഉയർന്നതിലും ഉയർന്ന ബാബ രചന രചിക്കുന്നു. സൂക്ഷ്മവതനത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നുമില്ല. നിങ്ങൾ സൂക്ഷ്മവതനത്തിലേക്ക് പോകുന്നു, സാക്ഷാത്കാരം കാണുന്നു. അവിടെ ചതുർഭുജത്തെ കാണുന്നു. ചിത്രങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് ബുദ്ധിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും സാക്ഷാത്കാരം ഉണ്ടാകും. എന്നാൽ അങ്ങനെ ഏതെങ്കിലും വസ്തു ഇല്ല. ഇത് ഭക്തിമാർഗത്തിലെ ചിത്രമാണ്. ഇപ്പോൾ വരെയും ഭക്തിമാർഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗം പൂർത്തിയാകും. പിന്നെ ഈ ചിത്രം അവശേഷിക്കില്ല. സ്വർഗത്തിൽ ഈ എല്ലാ കാര്യങ്ങളും മറന്നുപോകും. ഇപ്പോൾ ബുദ്ധിയിലുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ്റെ 2 രൂപമാണ് ചതുർഭുജത്തിൻ്റെ. ലക്ഷ്മി നാരായണൻ്റെ പൂജ തന്നെ ചതുർഭുജത്തിൻ്റെ പൂജ. ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ ചതുർഭുജത്തിൻ്റെ ക്ഷേത്രം കാര്യം ഒന്ന് തന്നെയാണ്. ഇവ രണ്ടിൻ്റെയും ജ്ഞാനം മറ്റാർക്കുമില്ല. നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ട്. വിഷ്ണുവിൻ്റെ രാജ്യം എന്ന് പറയില്ല. ഇവർ പാലിക്കുകയും ചെയ്യുന്നു. മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരികളാണ്. അപ്പോൾ വിശ്വത്തിൻ്റെ പാലന ചെയ്യുന്നു. ശിവഭഗവാനുവാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഈ യോഗ അഗ്നിയിലൂടെ വികർമ്മം വിനാശമാകും. ഡീറ്റെയിലായി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. പറയൂ, ഇതും ഗീതയാണ്. കേവലം ഗീതയിൽ ശ്രീകൃഷ്ണൻ്റെ നാമം ചേർത്തിരിക്കുന്നു. ഇത് റോങ് ആണ്. എല്ലാവരുടെയും ഗ്ലാനി ചെയ്തിരിക്കുകയാണ്. അതിനാൽ ഭാരതം തമോ പ്രധാനം ആയിരിക്കുന്നു. ഇപ്പോൾ കലിയുഗി ലോകത്തിൻ്റെ അന്തിമമാണ്. ഇതിനെ പറയുന്നത് തമോ പ്രധാന അയൺ ഏജ് എന്നാണ്. ആരാണോ സദോ പ്രധാനമായിരുന്നത് അവർ തന്നെയാണ് 84 ജന്മം എടുത്തത്. ജനന മരണത്തിൽ തീർച്ചയായും വരേണ്ടതുണ്ട്. എപ്പോഴാണോ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്നത്, അപ്പോൾ പിന്നെ ബാബയ്ക്ക് വരേണ്ടി വരുന്നു ആദ്യ നമ്പറിൽ. ഒരാളുടെ കാര്യമല്ല, ഇവരുടെ മുഴുവൻ രാജധാനിയും ഉണ്ടായിരുന്നല്ലോ. വീണ്ടും തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ബാബ എല്ലാവർക്കും വേണ്ടി പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ യോഗാഗ്നിയിലൂടെ പാപം ഇല്ലാതാകും. കാമചിതയിലിരുന്ന് എല്ലാവരും കറുത്തുപോയി.
ഇപ്പോൾ കറുപ്പിൽ നിന്നും വെളുപ്പ് എങ്ങനെയാകും? അത് ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ആത്മാവ് തീർച്ചയായും ഭിന്ന ഭിന്ന നാമരൂപങ്ങൾ എടുത്ത് വരുന്നുണ്ടാകും. ആരാണോ ലക്ഷ്മി നാരായണൻ ആയിരുന്നത് അവർക്ക് തന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും അതാകണം. ആ ഒന്നിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ബാബ വന്ന് പ്രവേശിക്കുന്നു. പിന്നെ ആ ഒന്ന് സദോ പ്രധാനവും വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നു. നിങ്ങളുടെ ഇടയിൽ പാരസ്നാഥനെ പൂജിക്കുന്നു, ശിവനെയും പൂജിക്കുന്നു. തീർച്ചയായും അവരെ ശിവൻ തന്നെയാണ് ഇങ്ങനെ പാരസ്നാഥൻ ആക്കിയിട്ടുണ്ടാവുക. ടീച്ചർ വേണമല്ലോ. ആ ഒന്ന് ജ്ഞാനസാഗരമാണ്. ഇപ്പോൾ സദോ പ്രധാനവും പാരസ്നാഥനും ആകേണ്ടതുണ്ട്. അപ്പോൾ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ആ ഒന്ന് സർവരുടെയും ദുഃഖം ഹരിക്കുന്നവനാണ്. ബാബ സുഖം നൽകുന്നവനാണ്. ഇത് മുള്ളുകളുടെ കാടാണ്. ബാബ വന്നിരിക്കുകയാണ് പുഷ്പങ്ങളുടെ പൂന്തോട്ടം ആക്കുവാൻ. ബാബ തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ ഈ സാധാരണ വൃദ്ധ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അദ്ദേഹം തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഈശ്വരീയ യൂണിവേഴ്സിറ്റിയായി. എയിം ഒബ്ജക്റ്റ് തന്നെ രാജാവും റാണിയും ആകുന്നതിൻ്റേതാണ്. അപ്പോൾ തീർച്ചയായും പ്രജകളും തയ്യാറാകും. മനുഷ്യർ യോഗം വളരെയധികം ചെയ്യുന്നു. നിവൃത്തി മാർഗത്തിലുള്ളവർ അനേകം ഹഠയോഗം ചെയ്യുന്നു. അവർക്ക് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബയുടേത് ഒരു പ്രകാരത്തിലുള്ള യോഗമാണ്. കേവലം പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. 84 ജന്മം പൂർത്തിയായി. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ പാവനം ആകേണ്ടതുണ്ട്. ഒരു ബാബയെ ഓർമ്മിക്കൂ. മറ്റുള്ളവയെല്ലാം ഉപേക്ഷിക്കൂ. ഭക്തിമാർഗത്തിൽ നിങ്ങൾ പാടുമായിരുന്നു, അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ ഏക കൂട്ടുകെട്ട് യോജിപ്പിക്കും. തീർച്ചയായും ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിച്ചിരുന്നല്ലോ. പകുതി കൽപ്പം സ്വർഗമാണ്, പിന്നെ നരകമാണ്. രാവണ രാജ്യം ആരംഭിക്കുന്നു. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കണം. സ്വയം ദേഹമാണ് എന്ന് വിചാരിക്കരുത്. ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൽ തന്നെയാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. അത് നിങ്ങൾ അഭിനയിക്കുന്നു. ഇപ്പോൾ ശിവ് ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ തോണി അക്കരെ എത്തും. സന്യാസിമാർ പവിത്രമാകുന്നു. അപ്പോൾ അവർക്ക് എത്ര മാന്യത ഉണ്ടാകുന്നു. എല്ലാവരും ശിരസ് നമിക്കുന്നു. പവിത്രതയുടെ കാര്യത്തിന്മേൽ തന്നെയാണ് ഉയർന്നതും താഴ്ന്നതും ആകുന്നത്. ദേവതമാർ തീർത്തും ഉയർന്നവരാണ്. സന്യാസിമാർ പിന്നെ ഒരു ജന്മം പവിത്രമാകുന്നു. പിന്നെ അടുത്ത ജന്മം എടുക്കുന്നത് വികാരത്തിലൂടെ തന്നെയാണ്. ദേവതമാരുള്ളത് സത്യയുഗത്തിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നു, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ചിലർ പഠിക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ധാരണയില്ല. ബാബ പറയുന്നു, നിങ്ങളുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ ബാബ എന്ത് ചെയ്യുവാനാണ്? ബാബ അഥവാ എല്ലാവരെയും ഇരുന്ന് ആശീർവദിക്കുകയാണെങ്കിൽ എല്ലാവരും സ്കോളർഷിപ്പ് നേടിയേനെ. അവരാണെങ്കിൽ ഭക്തിമാർഗത്തിൽ ആശീർവദിക്കുന്നു. സന്യാസിമാരും ഇങ്ങനെ ചെയ്യുന്നു. അവരോട് പോയി പറയും, എനിക്ക് കുട്ടിയെ നൽകൂ, ആശീർവദിക്കൂ. ശരി, നിങ്ങൾക്ക് പുത്രനുണ്ടാകും. പുത്രിയാണുണ്ടായതെങ്കിൽ പറയും, വിധിയാണ്. പുത്രൻ ഉണ്ടായാൽ ആഹാ ആഹാ എന്ന് പറഞ്ഞ് പാദങ്ങളിൽ വീണുകൊണ്ടിരിക്കും. ശരി, അഥവാ പിന്നെ മരിച്ചു പോയെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് ഗുരുവിനെ അധിക്ഷേപിക്കാൻ തുടങ്ങും. ഗുരു പറയും, ഇത് വിധിയായിരുന്നു. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല? മരിച്ചുപോയ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഇതും വിധി എന്ന് തന്നെ പറയും. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ആത്മാവ് എവിടെയോ മറഞ്ഞു പോകുന്നു. ഡോക്ടർമാരും വിചാരിക്കുന്നു ഇന്നയാൾ മരിച്ചുപോയി, പിന്നെ ജീവിക്കുന്നു. ചിതയിൽ കയറ്റിയവരും എഴുന്നേൽക്കുന്നു. ആരെങ്കിലും ഒരാളെ മാനിച്ചുവെങ്കിൽ അയാൾക്ക് പിന്നാലെ അനേകം പേർ പോകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം വിനയചിത്തരായി നടക്കണം.
അഹങ്കാരം അല്പം പോലും ഉണ്ടായിരിക്കരുത്. ഈ കാലത്ത് ആരോടെങ്കിലും അല്പമെങ്കിലും അഹങ്കാരം കാണിച്ചുവെങ്കിൽ ശത്രുത വർദ്ധിക്കുന്നു. വളരെ മധുരതയോടെ നടക്കണം. നേപ്പാളിലും ശബ്ദം വ്യാപിക്കും. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ മഹിമയുടെ സമയമല്ല. അല്ലാത്ത പക്ഷം അവരുടെ മഠങ്ങൾ ഇല്ലാതായേനെ. വലിയ വലിയ ആൾക്കാർ ഉണരുകയും സഭയിലിരുന്ന് കേൾപ്പിക്കുകയുമാണെങ്കിൽ അവർക്ക് പിന്നാലെ അനേകം പേർ വന്നേനെ. ഏതെങ്കിലും MP ഇരുന്ന് നിങ്ങളുടെ മഹിമ ചെയ്യണം. ഭാരതത്തിൻ്റെ രാജയോഗം ഈ ബ്രഹ്മകുമാർ കുമാരിമാർക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇപ്പോൾ വരെയും ആരും വന്നിട്ടില്ല. കുട്ടികൾ വളരെ സമർത്ഥരും അതിശയം കാണിക്കുന്നവരുമാകണം. ഇന്ന ഇന്ന ആൾക്കാർ പ്രഭാഷണം എങ്ങനെയാണ് ചെയ്യുന്നത് അത് പഠിക്കേണ്ടതാണ്. സർവീസ് ചെയ്യുന്നതിനുള്ള യുക്തി ബാബ പഠിപ്പിക്കുന്നു. ബാബ ഏതൊരു മുരളി ഉച്ചരിച്ചുവോ ആക്യുറേറ്റായി കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ ഉച്ചരിക്കപ്പെടും. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുക സാധ്യമല്ല. ഡ്രാമയനുസരിച്ച് എന്ത് മനസ്സിലാക്കിക്കണമായിരുന്നോ അത് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ലോകർ എണ്ണമറ്റ ചോദ്യങ്ങൾ ചോദിക്കും. പറയൂ, ആദ്യം മന്മനാഭവയാകൂ. ബാബയെ അറിയുന്നതിലൂടെ നിങ്ങൾ എല്ലാം അറിയും. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സർവീസിൻ്റെ യുക്തി പഠിച്ച് വളരെ വളരെ സമർത്ഥരും അതിശയം ചെയ്യുന്നവരും ആകണം. ധാരണ ചെയ്ത ശേഷം മറ്റുള്ളവരെയും ചെയ്യിക്കണം. പഠനത്തിലൂടെ തൻ്റെ ഭാഗ്യം സ്വയമേ ഉണ്ടാക്കണം. ഒരു കാര്യത്തിലും അല്പം പോലും അഹങ്കാരം കാണിക്കരുത്. വളരെ വളരെ മധുരവും വിനയചിത്തരുമാകണം. മായയാകുന്ന മുതലയിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം. വരദാനം. കഴിഞ്ഞുപോയതിനെ ശ്രേഷ്ഠ വിധിയിലൂടെ കഴിഞ്ഞതാക്കി സ്മാരക സ്വരൂപം ഉണ്ടാക്കുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കട്ടെ. പാസ്റ്റ് ഈസ് പാസ്റ്റ് ആവുക തന്നെ വേണം. സമയവും ദൃശ്യവും എല്ലാം പാസ്സാകും, അതായത് കടന്നുപോകും. എന്നാൽ പാസ് വിത്ത് ഓണറായി ഓരോ സങ്കല്പത്തെയും സമയത്തെയും മറികടക്കൂ. അതായത് കഴിഞ്ഞു പോയതിനെ ഇങ്ങനെ ശ്രേഷ്ഠ വിധിയിലൂടെ കഴിഞ്ഞതാക്കൂ. കഴിഞ്ഞതിനെ സ്മൃതിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആഹാ ആഹാ എന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്നും വരണം. അന്യ ആത്മാക്കൾ താങ്കളുടെ കഴിഞ്ഞുപോയ സ്റ്റോറിയിൽ നിന്നും പാഠം പഠിക്കട്ടെ. താങ്കളുടെ കഴിഞ്ഞുപോയത് സ്മാരക സ്വരൂപമായി മാറണം. അപ്പോൾ കീർത്തനം, അതായത് കീർത്തി പാടിക്കൊണ്ടേയിരിക്കും. സ്ലോഗൻ: സ്വമംഗളത്തിൻ്റെ ശ്രേഷ്ഠ പ്ലാൻ ഉണ്ടാക്കൂ. അപ്പോൾ വിശ്വസേവനത്തിൽ സകാശ് ലഭിക്കും. ഓം ശാന്തി. ശാന്ത സ്വരൂപ ആത്മാവാണ് ഞാൻ. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനി ആകേണ്ടതുണ്ട്. ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ
ജ്യോതിസായ ശിവ് ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.